മൂവാറ്റുപുഴ തിരിച്ചുപിടിക്കാൻ LDF കളത്തിലിറക്കിയിരിക്കുന്നത് CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുണിനെയാണ്. കാലങ്ങളായി മത്സരിക്കുന്ന CPIക്ക് ഇത് അഭിമാന പോരാട്ടം കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗം കുറിക്കുമ്പോൾ സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിയും മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയുമാണ് അരുണിന്റെ പ്രചാരണം. മൂവാറ്റുപുഴയിൽ വികസനവും വികസന വിരുദ്ധതയും തമ്മിലാണ് മത്സരമെന്നും അരുൺ മീഡിയ വണിനോട് പറഞ്ഞു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലാണ്, അതായത് മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ LDFനെയും UDFനെയും മാറി മാറി തുണച്ചിട്ടുള്ള ഒരു മണ്ഡലം. LDFനെ സംബന്ധിച്ച് CPI കാലങ്ങളായി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മൂവാറ്റുപുഴ. ഇക്കുറി CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ തന്നെയാണ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത്. CPI ഒരു കന്യാംഗത്തിന് തയ്യാറെടുക്കുകയാണല്ലേ? അതെ, നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിക്കുകയാണ്. മുമ്പ് മത്സരിച്ച ചരിത്രങ്ങളുണ്ടല്ലോ അല്ലേ? ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ആദ്യഘട്ടത്തിൽ ഒരു വിലയിരുത്തൽ? തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ പ്രവർത്തകർക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പ്രചരണം പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത് മൂവാറ്റുപുഴയുടെ വികസനം തന്നെയാണ്. 10 വർഷക്കാലമായി കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും മികവാർന്ന നിലവാരത്തിൽ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് 5 വർഷം നടത്താൻ പോകുന്നത്. അതിനുള്ളൊരു മാൻഡേറ്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എതിർ സ്ഥാനാർത്ഥി ഒരിക്കലും ചെറിയ ആളായിരിക്കില്ല, കാരണം പ്രധാനമായും ഒരു ചർച്ചാ വിഷയവും ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഉയർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ കേരളത്തിലെ വികസനം തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ മൂവാറ്റുപുഴക്കാർക്ക് നഷ്ടമായ 5 വർഷത്തെ സംബന്ധിച്ച് മൂവാറ്റുപുഴക്കാർ നിശ്ചയമായും ചിന്തിക്കും. ഇടതുപക്ഷത്തിനൊപ്പം മൂവാറ്റുപുഴ നീങ്ങുമെന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, സ്ഥാനാർത്ഥിയല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം വികസന രാഷ്ട്രീയമാണ്. മൂവാറ്റുപുഴയുടെ വികസനം അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വികസനം ചർച്ച ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി നേരിടും. കേരളത്തിനൊപ്പം ഇടതുപക്ഷവും മുന്നേറും. തീർച്ചയായും ഓരോ കാലഘട്ടത്തിലും അതായത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് CPI അത് ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു അവകാശവാദമാണ് N അരുൺ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും മുൻകാല ചരിത്രം പരിശോധിച്ചാൽ 2011 കോൺഗ്രസിലെ ജോസഫ് വാഴക്കൻ, പിന്നീട് 2016 CPIയിലെ എൽദോ എബ്രഹാം, പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ മാത്യു കുഴൽനാടൻ നിലവിലെ MLA. പക്ഷേ ഇക്കുറി ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് N അരുൺ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിയുകയും ചെയ്തിട്ടുണ്ട്. മറ്റുപിടിയിൽ നിന്ന് PL മനോജിനൊപ്പം സിജോ വർഗീസ്, മീഡിയ.